ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ രായൻ നമ്മുടെ തമിഴിലെ ഏറ്റവും പുതിയ ചിത്രമാണ് രായൻ. നമ്മളെ ധനുഷിൻ്റെ 50ാമത്തെ ചിത്രം, അതുപോലെ ധനുഷിൻ്റെ രണ്ടാമത്തെ ഡയറക്ടറിയൽ പടം. ധനുഷിൻ്റെ ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്ത പടം വന്നിട്ട് പാപ്പാണ്ടി എന്ന് പറഞ്ഞാൽ 2017 പടമാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഒരു പുതിയ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത്, എല്ലാ പരിപാടിയും പുള്ളി തന്നെയാണ്. ഓക്കെ, അപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിൽ ഒരു ഫാമിലി സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു പടമാണ്. കുറച്ച് പാസമൊക്കെ ഉണ്ട്, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള പാസങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഒരു രണ്ട് പേര് ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കേട്ടോ. പടത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഷോട്ട് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇതിൻ്റെ ഒരു പഴയ കാലം, ധനുഷിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ കളറിലേക്ക് വരുന്നു. അങ്ങനെ ഫാമിലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാരണം അങ്ങനെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ധനുഷ് ഒരു വലുതായി ധനുഷ് ഇങ്ങനെ ഒതുങ്ങി സ്വന്തമായിട്ട് രണ്ട് അനിയന്മാരെയും അനിയത്തിയും നോക്കി മാന്യമായി ജീവിച്ചു പോകുന്നു. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഭാവിയിൽ അങ്ങോട്ട് അനിയൻ കലിപ്പനായിട്ട് മാറുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് വരുന്നത്. പടത്തിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞത്, ഇതിൻ്റെ മേക്കിങ് നല്ല രസമുണ്ട്. ധനുഷ് എന്തായാലും പണി അറിയാമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി മേക്കിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കില്ലുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഇതിലെ ആക്ഷൻ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, അടി ഇടി എന്നുള്ളതിനെക്കാട്ടി കുത്താണ്. ധനുഷണ്ണൻ്റെ കയ്യിൽ ഒരു ടൂൾ ഇരിപ്പുണ്ട്. രായണ്ണൻ്റെ കയ്യിൽ ഒരു നീണ്ട ഇങ്ങനെ ഒരു ടൂൾ ഇരിപ്പുണ്ട്. ആ ടൂൾ വെച്ചിട്ടാണ് അണ്ണൻ്റെ പരിപാടി. നമ്മൾ എക്സ്മെൻ വോൾവറിൻ്റെ കയ്യിൽ നിന്ന് മറ്റേ സാധനം വരും പോലെ അണ്ണൻ്റെ കയ്യിൽ നിന്ന് അണ്ണൻ്റെ കയ്യിൽ നിന്ന് ഒരു ടൂളിങ് ഇങ്ങനെ വരും. ആ സാധനം വെച്ചിട്ടാണ് അണ്ണൻ്റെ കലാപരിപാടികൾ. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ഒരു ഗ്യാങ് വാറിൻ്റെ ഇടയിൽ രണ്ട് ഗ്യാങ്സ് ഉണ്ട്. ആ ഗ്യാങ് വാറിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നതാണ് പിന്നെ കഥ പറഞ്ഞു പോകുന്നത്. നല്ല രീതിയിലാണ് ഫൈറ്റ് സീക്വൻസൊക്കെ. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു കിടിലം ഫൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു കിടിലം ഫൈറ്റ്. അത് സിനിമാറ്റോഗ്രഫി നല്ല സ്ലോ മോഷനിൽ കുറേ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇതിലൊരു ട്വിസ്റ്റ് പറഞ്ഞുണ്ട്. ആ ട്വിസ്റ്റ് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ഓവറോൾ എല്ലാം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ബാക്കിയെല്ലാം ഫുള്ളായിട്ട് നല്ല പടമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ട്വിസ്റ്റ് എന്തോ എനിക്ക് അത്ര അങ്ങോട്ടൊരു ഒരു 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 കൺവീനിയൻ്റ് ആയിട്ട് തോന്നില്ല. മേ ബി എൻ്റെ പ്രശ്നമായിരിക്കാം, എന്താ അറിയില്ല. കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ AR റഹ്മാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിട്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓരോ സീനിന് ക്യാപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഭിനയിച്ചിരിക്കുന്ന ഒരു അനിയനായിട്ട് പറഞ്ഞത് സുനിൽ കിഷൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു നടനാണ്. അതുപോലെ നമ്മുടെ കാളിദാസ് ജയറാം. എല്ലാവർക്കും നല്ല റോളുണ്ട്, ആവശ്യത്തിന് റോളുണ്ട്. ഇങ്ങനെ വന്ന് പോയി നിൽക്കണമല്ല. പിന്നെ സെൽവരാഘവനുണ്ട്, പ്രകാശ്രാജുണ്ട്, പോലീസായിട്ട് വരുന്ന പ്രകാശ്രാജുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. മറ്റേ വരലക്ഷ്മി ശരത് കുമാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ധനുഷിൻ്റെ കുട്ടിക്കാലം, ഇവരുടെ ഈ ഫാമിലിയുടെ കുട്ടിക്കാലമൊക്കെ കാണിച്ച ഇതുണ്ട്. അപ്പോൾ അതും അവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ കാണാനുള്ളതുകൊണ്ട്, അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ.